ഹായ് ഫ്രണ്ട്സ്, ടൂർ ഇട്ട് പോവാ. ഹീറോയിൻ നല്ല ക്യൂട്ടായിട്ട് നല്ല ഡ്രസ്സ് ഇട്ട് കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോവായിരുന്നു, നല്ല ജോലിയായിട്ട്. അപ്പം യൂണിഫോം ഒന്നും ഇല്ല, ദം ചിങ്കച്ചക്ക ഹീറോയിൻ റോസ് പറയുന്നത്, എടി പ്രിയ കുട്ടി പ്രിയ ഓടിയറുതേ പോടി എന്നെ പിടിയിടിയെന്ന്. ഹീറോയിൻ ഓടിപ്പോയി അറിയാതെ ഒരു റൂം അങ്ങനെ പേടിച്ച് ഇവിടെ ഒണിക്കാതെ ഹീറോയിൻ ഒഴിക്കുമ്പോൾ അവിടെ വ്യൂ ഇങ്ങനെ പേപ്പർ ഇതാക്കിയായിരുന്നു. ഒരു ഇത് സ്കൂൾ റൂം, അതെ ഓഫീസ് റൂമായിരുന്നു. ഇങ്ങനെ വി തുറന്ന് ഹീറോയി വന്ന് വാതിൽ വീണ് വീൻ്റെ മേലെ വീണ് കിസ്സായി. ഫസ്റ്റ് കിസ് വി ഷാക്കായി കണ്ണു മീച്ച് ഹീറോയിനെ നോക്കുക, രണ്ട് കണ്ണെടുക്കാതെ നോക്കി. ഇത് റോസ് ബാന്ന് വായ ഒന്ന് നോക്കാൻ തുടങ്ങി. മെല്ലെ ഫോട്ടോ എടുത്ത് ഹീറോയിൻ്റെ ഫോണിലെ ഫോട്ടോ എടുത്തു. ഹീറോയിൻ്റെ ഫോണാണ് അവളെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ എടുത്തു. വീഡിയോ ചെയ്യാം കുറച്ച് നേരം. ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നു. ഹലോ സിമി വി അടിച്ചു. ഇങ്ങനെ തോന്നുന്നു എവിടെ നോക്കി നടക്കുന്നത്. വി ഇപ്പം മുറിക്കാൻ തുടങ്ങി. മുറുക്കി പറയാൻ തുടങ്ങി, എവിടേക്ക് നോക്കി നടക്കുന്നത്, കണ്ണ് കാണുന്നില്ലേ. സോറി സാർ അങ്ങനെ പറഞ്ഞു. വി അവിടുന്ന് പോയി. കാണാനല്ലോ ക്യൂട്ടായിട്ടുണ്ടെന്നെ ഇവനിങ്ങനെ പറയുന്നത്. അങ്ങനെ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഹീറോയി ഫ്രണ്ടിൽ പറയാൻ തുടങ്ങി, എന്നാ ഫോണ് ഡാൻസ് മച്ചി. അതുമില്ല, എങ്ങനെ ഉണ്ടായിരുന്നു കിസ്, ഫസ്റ്റ് കിസ്സല്ലേ. അത് പറയാൻ പോടി ഒരിക്കുക, അതൊന്നും കേൾക്കാൻ പാടില്ല. അങ്ങനെ ഹീറോയി കോളേജിനകത്ത് വന്നു. അങ്ങനെ ഇപ്പോൾ പ്രൊഫസർ വന്ന് അങ്ങനെ പ്രൊഫസറായിട്ട് വി അകത്ത് വന്നു. ഗുഡ് മോർണിംഗ് സർ. നിങ്ങളെ നെയിമല്ല പറയും. അങ്ങനെ ഫസ്റ്റ് ബോയ്സ് പറഞ്ഞു. പിന്നെ ബോയ്സ് നെയിംസ് എല്ലാം പറഞ്ഞു. ഫസ്റ്റ് ബെഞ്ചിൽ പറഞ്ഞു വന്ന്. ഫസ്റ്റ് ബെഞ്ചിൽ ഹീറോയി ഫസ്റ്റ് ബെഞ്ച്. എൻ്റെ നെയിം പ്രിയ. വീക്ക് ഷോക്ക്, ഇവളെൻ്റെ ക്ലാസ്സാ. അയ്യോ ക്ലാസ് ഇവളെൻ്റെ ക്ലാസ്സാ. അങ്ങനെ ഹീറോയിൻ വീട്ടിലൊക്കെ രണ്ട് കൈ വെച്ച് നോക്കിയാണ് വീണ. അങ്ങനെ എല്ലാവർക്കും ഗേൾസ് പേര് പറഞ്ഞു. ഫസ്റ്റ് ക്ലാസ് എൻ്റെ പേര് കിംടം ഷോർട്ട്, എൻ്റെ നെയിം വി. അങ്ങനെയായിട്ട് വി പറഞ്ഞു. ശരി ഓക്കെ, നിങ്ങൾ പ്രൊഫസർ നമ്മൾ ക്ലാസ് എടുക്കാതെ ഹീറോയി വെച്ച് കണ്ണെടുക്കാതെ വീനെന്ന് നോക്കി സൈറ്റ് അടിക്കുക. ഹീറോക്ക് ഒരു മാത്രമല്ല, ഇവളെന്നെ നോക്കുന്നല്ല. വീ പാവി ക്ലാസ് എടുക്കാനില്ല വീക്ക്. ശരി ഇവളെ നോക്കിയിട്ടിരുന്നവല്ല കണ്ണു ചുമ്മരി കണ്ണു ചുമ്മി. ശരി ഓക്കെ എന്ന് വീക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങി. കണ്ണ് തുറന്ന് ക്ലാസ് എടുത്താൽ ക്ലാസ് പഠിപ്പിക്കാൻ തുടങ്ങി. ഓക്കെ ക്ലാസ് കഴിഞ്ഞ് അവരുടെ വി അവിടുന്ന് ഓടിപ്പോയി. അയ്യോ എന്തെല്ലാം നടക്കുന്ന ഇവിടെ. അങ്ങനെ ഫുഡ് ടൈം അങ്ങനെ ബ്രേക്ക് വിട്ട് ഫുഡ് ടൈം വന്നു. ക്ലാസ് തുറന്നൊക്കെ കഴിഞ്ഞു. അങ്ങനെ മച്ചി ഇങ്ങനെ ഒരു സീനിയർ ഗേൾ വന്ന് വീനോട് സംസാരിക്കുക. സർ എനിക്ക് കുറച്ച് ഡൗട്ട് സർ. അങ്ങനെ സീനിയർ അങ്ങനെ ചോദ്യം കേട്ടതിന് ഓക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. വീനെ സൈറ്റ് അടിക്കായിരുന്നു ആ സീനിയർ ഗേൾ. തേർഡ് ഇയർ പഠിക്കുന്ന ഗേളാണ്. അങ്ങനെ വീണെ വെച്ച് കണ്ണെടുക്കാൻ സൈറ്റ് അടിക്കുക. ഇത് കണ്ട് ഹീറോയ്ക്ക് ടെൻഷനായി. എൻ്റെ ആളെ സൈറ്റ് അടിക്കാമെന്ന്. അയക്ക് റോസ് കേൾക്കാൻ, നിൻ്റെ ആളെന്നാ സൈറ്റ് അടിക്കുന്നത്. അതടി എനിക്കവൻ ഫസ്റ്റ് കിസ്സായി, എനിക്ക് ഹസ്ബൻഡായി. എന്ത് ഹസ്ബൻഡാ? പോടി അരിക്കുക. അങ്ങനെ ഫസ്റ്റ് കിസ് അടിച്ച എങ്ങനെടി? അവൻ തന്നെയാണോടി എൻ്റെ ഹസ്ബൻഡ്, പോടി അരിക്കുക. അങ്ങനെ ഫ്രണ്ട് പറഞ്ഞു കേട്ടില്ല. ശരി ഓക്കെ, ഇവിടെ ഒരു ലൂസ് പൈത്യോ അങ്ങനെ പറയും. കണ്ടിക്കാതെ പോയി. അങ്ങനെ എവിടെ പോയി നിറയെ ഗേൾസ് വന്ന് പ്രൊപ്പോസ് തന്നെ വന്ന ഹീറോയ്ക്ക് കടുപ്പാവാ. ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എല്ലാ സീനിയർമാർ അയ്യോ ഞാൻ ഫസ്റ്റ് ഇയറായി പോയി, എനിക്കൊരു ജൂനിയർ ആയിരുന്നു, ഞാൻ അവരെ ഇതാക്കാത്തതിന് ഹീറോയ്ക്ക് കുറച്ച് കടുപ്പായി. അങ്ങനെയായിട്ട് ഇങ്ങനെ ക്ലാസ് നന്നായിട്ട് പോകുമായിരുന്നു. ഹീറോയെ വെച്ച് കാണാതെ സൈറ്റ് അടിക്കാൻ ഒരു ദിവസം സീനിയർ വരെ പ്രൊപ്പോസർ. ഹീറോയ്ക്ക് ഭയങ്കര സെൻറ്റനായി. അയ്യോ ഈ സീനിയർക്ക് മണ്ടയിൽ മുള എടുക്കണം. സോഫിയ എന്ത് സാർ, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല സോഫിയ, ഞാനൊരു പ്രൊഫസറാണ്. അത് മാത്രം ലവ് പറഞ്ഞാൽ നീ പഠിക്കണതിൻ്റെ വീട്ടിൽ അച്ഛനമ്മ എന്നെ പഠിക്കാൻ അയക്കുക, ലവ് പറഞ്ഞതൊന്നുമില്ല. അവൾ അമ്മയുടെ ശരി സർ. അങ്ങനെ സോഫിയ അവിടുന്ന് പോയി. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായി. ശരി ഓക്കെ. അങ്ങനെ ഹീറോയി വീട് പോയി സാഡായിരുന്നു. അങ്ങനെ ഫ്രണ്ട് പറഞ്ഞായിരുന്നു, എടി റോസ് പറയാം മച്ചി ആ സീനിയർക്ക് റിജക്റ്റ് ചെയ്തു, അവൾ പഠിച്ചിട്ട് ഗ്രാജുവേറ്റ് ആകാൻ പോകുന്നതാ. അതുകൊണ്ട് അവൾക്ക് ഫൈനൽ ഇയറായ അവൾ പഠിച്ച് ഗ്രാജുവേറ്റായ നീ പ്രപ്പോസ് ചെയ്ത് നീ ഫസ്റ്റ് ഇയർ പഠിക്കുക, നിന്നെ അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ ഹീറോ സാഡായിരുന്നു. എന്ത് ചെയ്യാറില്ല. സാഡായിട്ട് വേജറാക്കി വീട്ടിൽ കൈ വെച്ച് സങ്കടത്തിലുണ്ടായിരുന്നു ഹീറോയുടെ അച്ഛൻ. എൻ്റെ ചെല്ലക്കുട്ടി, ചക്കര കുട്ടി, അമ്മിക്കുട്ടി എവിടെ? എടി എൻ്റെ മകളെവിടെ? അറിയില്ല, കോളേജിലേക്ക് വന്ന പിന്നെ അവൾ മിണ്ടാതെ ഇരുന്ന് എന്തോന്ന് ആശയിക്കാം. നിങ്ങൾ പറഞ്ഞിട്ട് അവൾക്ക് ചെല്ലം കൊടുത്ത് പോടിയിരിക്കാം. മോളെ എന്ത് പറ്റി? അച്ഛോ എൻ്റെ ചെല്ലക്കുട്ടിക്ക് എന്ത് പറ്റി? എനിക്ക് ഒരാൾ ഇഷ്ടപ്പെട്ടു. ആരാ മോളെ? ആരാ ഇഷ്ടപ്പെട്ടു? അമ്മ കരണ്ട് കൈ എടുത്തോണ്ട് തലക്കൊടുക്കും. നിങ്ങൾ എന്നോടടി അടിക്കുന്നത്? ആരാ മോളെ ലവ് ചെയ്യുന്നത്? അമ്മ ചോദിക്കും ലവ്വാ? ആരമ്മാ?
ഉം, പ്രൊഫസർ. എന്ത് പ്രൊഫസറാ? അച്ഛാ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ വീണ്ടും കുറേ ഫോട്ടോസ് എടുത്തായിരുന്നു. അച്ഛൻ ഫോൺ കൊടുത്തു. ഇതാണ് കിം ടയാങ് വി. എനിക്കിവരെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ. അത് മാത്രമല്ല ഇവനിക്ക് കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞില്ല, അറിയില്ല അച്ഛാ. സിംഗിളാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ. കല്യാണമൊന്നും കഴിഞ്ഞിട്ട് അച്ഛാ. എനിക്ക് ഇവനെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ. അതുകൊണ്ട് നിറയെ പേഴ്സ് വന്ന് പ്രപ്പോസ് ചെയ്യുക. എനിക്ക് പേടിയെന്ന് വെച്ചാൽ സോഫിയ വന്ന് പ്രപ്പോസ് ചെയ്തു സീനിയർ. അങ്ങനെ സാഡായിട്ട് അച്ഛനോട് പറയുകയാണ്. ഇത് കണ്ട അച്ഛനോട് സാഡായി. ശരി ഓക്കെ അമ്മ, ഈ പ്രൊപ്പോസറിൻ്റെ കൂടെ നിനക്ക് കല്യാണം ഞാനേ കഴിപ്പിച്ചു തരാം. ഡാൻസ് അച്ഛമ്മ വാ ചെല്ല കിട്ടി. ശരി ഇവളിരിക്കാനോ നിങ്ങൾ ഇങ്ങനെ സത്യമായിട്ട് പ്രഭാകര ജയിച്ചു കൊടുക്കുന്നതാ. ആ ശരി ഓക്കെ. ഇവിടെ ഹീറോയുടെ അച്ഛൻ ബിസിനസ് ആയിരുന്നു. അച്ഛനെ കുറച്ച് ആൾക്കാർ വെച്ച് വീടിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ തുടങ്ങി. ഓക്കെ വീടിൻ്റെ വീട്ടിലൊക്കെ പോയി. അങ്ങനെ വീട്ടിൽ വെല്ലടിച്ച് വീടിൻ്റെ വീട് തുറന്ന വീട്ടിൽ. ഹലോ എൻ്റെ പേര് ഞാനിതാണ്. ആ ആ നിങ്ങളെല്ലാം ടി വിയിലൊക്കെ കണ്ടായിരുന്നു. വീടിൻ്റെ അമ്മ പറയാൻ തുടങ്ങി. പറഞ്ഞ ഒരു സാധാരണ ആളാണ്. അങ്ങനെ ഹീറോയിൻ അച്ഛൻ ബിസിനസ് മാൻ. വീടിൻ്റെ അച്ഛനമ്മയും കുറച്ച് ഒരു അത്ര റിച്ച് ഒന്നും അല്ല. അങ്ങനെയായിട്ട് വീണ്ടും അമ്മ എന്നോട് പറയാൻ തുടങ്ങി. എൻ്റെ മോക്ക് നിങ്ങളെ മോനെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് മാരേജ് കഴിപ്പിക്കാമെന്ന് എന്ന പ്ലാനായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും അമ്മയ്ക്ക് അച്ഛൻ ഭയങ്കര ഹാപ്പിയായി. ഒരു ബിസിനസ് മാൻ, നമ്പർ 1 ബിസിനസ് മാനാണ്, ഭയങ്കര ഫേമസ് ബിസിനസ് മാനാണ്. അതുകൊണ്ട് ശരി ഓക്കെ എന്ന് പറഞ്ഞു. ശരി ഓക്കെ നിങ്ങൾ മോനോട് പറഞ്ഞു നോക്ക്. എനിക്ക് ഓക്കെ. ഇതാ എൻ്റെ മോളെ ഫോട്ടോ എന്ന് കൊടുത്തിട്ട് അവർ പോയി അവിടുന്ന്. അങ്ങനെ ടയർഡായിട്ട് വന്നു. അമ്മ അച്ഛാ എന്താ പറ്റി? നീ കല്യാണം കഴിക്കും. അമ്മ എന്നമ്മ പറഞ്ഞേ? കല്യാണം ഇപ്പോഴാണ് അച്ഛാ ഞാൻ കുറച്ച് സെറ്റിലായതുകൊണ്ട് വരാം. മറന്നിക്കിടാൻ. എനിക്കിപ്പോൾ എത്ര വയസ്സായി? 25 വയസ്സായി. ഇത്ര ചെറിയ പ്രായത്തിൽ എല്ലാവരും കല്യാണം കഴിക്കും. നീ മകൾ കല്യാണം അച്ഛാ. അത് പെണ്ണ് ഫോട്ടോ ഇതിലുണ്ട് നോക്കിക്കോ. ശരി അച്ഛാ. അങ്ങനെ ഫോട്ടോ നോക്കി വീക്ക് ഷോക്കായി. ഇവളാ എന്താ ഒന്നുമില്ല അമ്മ. ഇവൾ എൻ്റെ ക്ലാസ് പഠിക്കാൻ ഞാൻ പ്രൊഫസർ അച്ഛാ. അത് മൊത്തം സെറ്റാവില്ല. സാരില്ലടാ നീ അവളെ മാരേജ് കഴിക്കി. അയ്യോ അമ്മ പറഞ്ഞ് മനസ്സിലാക്കമ്മ, എനിക്ക് സെറ്റാവല. അച്ഛ അമ്മ മറച്ചു. ശരി ഓക്കെ. അങ്ങനെ വീക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഓക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടിലെല്ലാം എൻഗേജ്മെൻറ്റ് പ്ലാൻ ചെയ്തു.